ഏപ്രിൽ മാസം 18-ാം തീയതി വൈകുന്നേരം ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മഴയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇന്ന് പുറത്തിറങ്ങുന്നത്. അപ്പം അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഷാർജ റിംഗ് റോഡിലെത്തി. അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ പോകുന്ന വഴിക്ക് വളരെ ഫ്രീ ആയിട്ട് റോഡായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു നമ്മുടെ ബിൻസായത് റോഡിലേക്ക് കയറുന്ന സമയത്ത് ഉണ്ടായി പെട്ടെന്നുള്ള വെള്ളക്കെട്ട്. ഞാൻ വിചാരിച്ചത് ഒരുപാട് അകലെ വരെ ഉണ്ടായിരിക്കുന്നു. പക്ഷേ മുന്നോട്ട് പോകുന്തോറും ഇതൊരു കടൽ പോലെ ഇങ്ങനെ നീങ്ങി നീങ്ങി വണ്ടിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഏകദേശം ലോ ഫ്ലോർ ആയിട്ടുള്ള നമ്മുടെ വെള്ള സെഡാൻ പോലുള്ള വാഹനങ്ങളൊക്കെ ഇടത് സൈഡിൽ ചേർന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു രക്ഷയില്ല, നമ്മൾ മുന്നോട്ട് പോകുന്ന വലിയൊരു കടൽ പോലെ ഇരച്ചിങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വലിയ വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറി പോകുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു ഭീഷണിയാണ്. കാരണം ഈ ട്രക്കുകൾ കയറി പോകുമ്പോൾ എതിരെ വരുന്ന വെള്ളത്തിൻ്റെ അതേ പ്രഷറിൽ ഈ ട്രക്ക് കയറി പോകുമ്പോൾ ആ വെള്ളം മൊത്തം അടിച്ച് നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ കൂടെ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അവരെയും പറഞ്ഞിട്ട് പറ്റില്ല. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ ഏകദേശം വാക്ക് വേയുടെ മേളിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5-8 മീറ്റർ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വെള്ളം നോർമലായിരുന്നു. മുന്നിൽ പോകുന്ന കറുത്ത കാറിൻ്റെ ഡോറിൻ്റെ ഏകദേശം സൈഡിലൊക്കെ വെള്ളം കയറിയതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പിന്നെ റൈറ്റ് സൈഡ് എടുത്തില്ല, ലെഫ്റ്റ് സൈഡ് മാത്രം പിടിച്ചു പോയി. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. മഴയത്ത് വണ്ടി ഓടിക്കാത്തതുകൊണ്ടും ഒരുപാട് വണ്ടികൾ ഇതേപോലെ റോഡ് സൈഡിലൊക്കെ കേടായി കിടക്കുന്നു. അതൊക്കെ കാഴ്ചയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം വണ്ടി എടുത്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ആ ട്രക്കൊക്കെ പോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ശരിക്കും പ്രഷറിൽ വെള്ളം നമ്മുടെ ഡോറിലേക്ക് വന്ന് കയറുകയാണ്. അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം ബിൻസായി റോഡ് കഴിയാറാവുമ്പോൾ നമ്മുടെ റാഷിദിയ മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഭാഗത്ത് എത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര വെള്ളം. അവിടെയും ഏകദേശം ഇത്രയും വെള്ളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ റിംഗ് റോഡിലുണ്ടാകുന്ന അത്രയും വെള്ളം ഉണ്ടാകുന്നില്ല. അതൊക്കെ കവർ ചെയ്യാൻ പറ്റി. എന്നാലും ഇതൊക്കെ 2 ദിവസം കൊണ്ടൊക്കെ മാറും. എങ്കിൽ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തോരം വെള്ളം കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ താണ്ടി ഇനി അടുത്ത ബ്ലോക്ക് എവിടെയാണെന്നുള്ള കാര്യത്തിന് വേണ്ടി ഓടുകയായിരുന്നു. അത് ചിന്തിച്ച് തീരുന്നതിന് മുന്നേ അടുത്ത ബ്ലോക്ക് കിട്ടി. അൽക്കൽ റോഡിലേക്ക് കയറുന്നതും ഞാൻ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലൂടെയൊക്കെ വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് മനസ്സിലായത് വണ്ടികളെല്ലാം റിട്ടേൺ വന്നുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. ആ സ്ഥലത്ത് ഞാൻ ആകെ പെട്ടുപോയത് 1/2 മണിക്കൂറാണ് ആ ബ്ലോക്കിൽ. എങ്ങോട്ടും വെട്ടിക്കാൻ സാധിച്ചില്ല. കാരണം ബാക്കിൽ പോലീസ് വണ്ടി ഉള്ളതുകൊണ്ട് ഒന്നും നടന്നില്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ ഇനി ഫൈൻ വല്ലതും ഇട്ടാലോ എന്ന് പേടിച്ച് അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാനും പറ്റിയില്ല. 1/2 മണിക്കൂറാണ് ആ ട്രാക്കിൽ കിടക്കാൻ ഒരു അവസരം ഉണ്ടായത്. എന്താല്ലേ.